ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് കുറച്ച് സാധാ പ്ലാന്റ്സ് ഇന്നലത്തെ കൊറിയറിൽ കിട്ടിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് വച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ കിട്ടിയതാണ്. പക്ഷേ ഇന്നൊരു പാല് കാച്ചൊക്കെ ആയതുകൊണ്ട് പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ ഞാൻ അതാ താഴെ പോയി മണ്ണൊക്കെ എടുത്ത് ചെറിയ ചെറിയ കവറുകളിലാണ് കേട്ടോ. കവർ കണ്ടാലും പേടിക്കണ്ട, ചെറിയ ചെറിയ കവറുകളെല്ലാം. ഇപ്പോൾ കവറൊന്നും കളയാനേ ഇല്ല. ഇതുപോലെയൊക്കെ വച്ച് പിടിപ്പിക്കാനായിട്ടാണ് ഞാൻ എടുക്കുന്നത്. വച്ച് പിടിപ്പിക്കാൻ ഇത് മതിയല്ലോ, നമുക്കിപ്പോൾ പോട്ട് തന്നെ വേണമെന്ന് ഇല്ല. അപ്പോൾ വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്നവർക്കും നമ്മുടെ കവറുകൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ വീട്ടിലെ പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം എല്ലാത്തിലും മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണും കൂടി അവിടെ ചകിരിച്ചോറും എല്ലാം കൂടി ഇട്ടത് ഇനിയും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ കവറിൽ നമുക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടുമ്പോൾ നമുക്കങ്ങ് ചെയ്ത് വയ്ക്കാമല്ലോ. ചകിരിച്ചോറൊക്കെ ചേർത്തുള്ള മണ്ണാണ്. മണ്ണും ചാണകപ്പൊടിയും എല്ലാം ഉണ്ട്. മണലാണ് കേട്ടോ, താഴെ പോയി മണലാണ് എടുത്തുകൊണ്ട് വന്നത് ഞാൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് കുത്തി വയ്ക്കാം. ഇത്രയും പ്ലാന്റ്സ് ഉണ്ട്. ബാക്കിയുള്ള കവറുകൾ ഇരുന്നാൽ നമുക്ക് നാളെയും എല്ലാം പോട്ട് ചെയ്യാമല്ലോ. ഇരുന്നാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഈ ഒരു പ്ലാന്റ് നമുക്ക് വലുതിലേക്ക് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് റൂട്ട് വന്ന് എനിക്ക് വേറെ പ്ലാന്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പോട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ റേറ്റെല്ലാം ഇതിൽ പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇരുന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വിൽക്കാനും നമുക്ക് റേറ്റ് കുറച്ച് സെയിൽ ചെയ്യാനായിട്ട് കഴിയുമല്ലോ. ഇത് തന്നെ അതും കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറൊരു പോട്ടിൽ ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. പിടിക്കുമെന്ന് അറിയില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. ചെറുതായിട്ടിങ്ങനെ കുത്തി കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല അതിനകത്ത് കേട്ടോ. നമ്മൾ ആ മണ്ണും കൊണ്ടുവന്ന് ഇത് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇതൊരു സിങ്കോണിയാണ്, എനിക്ക് സിങ്കോണിയല്ല കലയടിയാണ് കണ്ട. അപ്പോൾ അതും ഇതുപോലെ ഒരു കവറിൽ നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം. പിടിക്കുമെന്നൊന്നും അറിയില്ല, പിടിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അടുത്തത് ഇതൊരു സിങ്കോണിയാണ്. അപ്പോൾ അത് നമുക്ക് കവറിൽ തന്നെ വെച്ച് കൊടുക്കാം. കവറിലാകുമ്പോൾ കുറച്ച് സ്പേസ് കൂടുതലുണ്ട്. കവറാകുമ്പോൾ വലിയ കവറ് ഇങ്ങനെ ഒന്ന് മുറത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെള്ളം കൂടെ അത് തളിച്ച് കൊടുത്താൽ മതി. ഇതൊരു കലയടിയാണ്, ഈ ഒരു ടൈപ്പ്. അതൊരു കവറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഇനി പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ടൈപ്പുകൾ സെയിൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇതെന്ത് വെറൈറ്റിയാണെന്ന് എനിക്കറിയില്ല. ഇതും കുത്തി വയ്ക്കുന്ന പേരറിയില്ല കേട്ടോ. പിടിക്കുമെന്നും അറിയില്ല. വെച്ച് കൊടുക്കാം നമുക്ക്. ഇതൊരു ബാമ്പു ടൈപ്പാണ്. അത് നമുക്ക് ഈ ചെടിച്ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ വേറൊരു ടൈപ്പ് എനിക്കുണ്ട് കേട്ടോ. അത് തന്നെയാണോ എന്ന് അറിയില്ല, ഉണ്ട്. ഇതും അതേപോലത്തെ തന്നെ ഒരു സിങ്കോണിയാണ്. ഇത് രണ്ടും ഒന്നുപോലെ ഇരിക്കുന്നതാണ്. എന്നാലും നമുക്കൊരു കവറിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ്, ഇത് അഗ്ലോണിമയാണോ ആരെങ്കിലും അറിയാമെന്നുള്ളവർ പറഞ്ഞു തരണേ. ഇത് ഏത് വെറൈറ്റി ആണെന്നുള്ളത്. അതൊരു ചെറിയൊരു കവറിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു കവറും കളയില്ല കേട്ടോ. ഇതെന്ത് കവറാണെന്നറിയാമോ? ഏതാ ലിറ്റിൽ ഹാർട്ട്സ് വാങ്ങിയ ഒരു ചെറിയ കവറാണ്. പാൽ കവർ വരെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അല്ലാതെ പോട്ട് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ നമ്മൾ കുറഞ്ഞ റേറ്റിന് കൊടുക്കുമ്പോൾ. ഇത് ഒരു വെജിറ്റേറ്റഡ് ലീഫ് വന്ന ഒരു പ്ലാന്റാണ്. വെച്ച് കൊടുക്കാം. ഇവിടം വെച്ചൊരു ഒടിഞ്ഞു പോയിട്ടുണ്ട്. നോക്കാം, നമുക്ക് വെച്ച് പിടിപ്പിച്ച് നോക്കാം. ഇതിങ്ങനെ നമുക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നാളത്തേക്ക് നല്ല ഫ്രഷായിട്ടിരിക്കും. ഇത് നമ്മൾ സാധാ കാണുന്ന എപ്പോഴും കാണുന്ന സിങ്കോണിയ കലാത്തിയയാണ്. കലാത്തിയയില കലയടിയ. അത് നമുക്ക് പാൽ കവറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അത് ചെറുത്, അത് കളറ് ചേഞ്ച് ആവുന്നല്ല, ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇത് ഒരു ബാൾസമാണ്. അത് പിങ്ക് കളറാണെന്നാണ് തോന്നുന്നത്. അത് ഒടിഞ്ഞു പോയി. പക്ഷെ നമുക്ക് ഒരു കവറിലേക്ക് വെച്ച് കൊടുക്കാം. രണ്ടും ഒരുമിച്ച് തന്നെ വെച്ച് കൊടുക്കാം. പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ. ഈ കളറാണ്, പിങ്കും അല്ല വയലറ്റ് കളർ പോലത്തെയാണ് കേട്ടോ. എനിക്ക് ആകെ ഒരു കളറേ ഉള്ളൂ, ഓറഞ്ച്. അപ്പോൾ അതും അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു കലയടിയം, അത് നീളം കൂടിയതുകൊണ്ട് ഒടിച്ചാണ് അയച്ചേക്കുന്നത്. ക്രിസ്മസ് കലയടിയമാണ്. അതുമായിട്ട് ബന്ധമില്ല. എന്നാൽ ഇതും ഒരു ചെറുതായിട്ടേ ഇതുള്ളൂ, പിടിക്കുമെന്ന് അറിയില്ല.
എന്നാലും നമുക്ക് ഇതൊരു കവറിലേക്ക് വച്ച് കൊടുക്കാം. അത് പിടിക്കുമെന്നൊരു സംശയമുണ്ട് കേട്ടോ. അതിന് കിഴങ്ങോ ഒന്നും അടിയിലൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. എന്നാലും വച്ച് കൊടുക്കാം. പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ. ഇതൊരു ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. അതെനിക്കിവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ അവളെനിക്ക് അതും കൂടെ അയച്ചു തന്നേക്കാണ്. അത് നമുക്കിതാ ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. വെള്ളത്തിൽ കിടന്ന് ഇതായിപ്പോയി. അതെനിക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് പിടിച്ചോളും. ഇങ്ങനെ ഇരുന്ന് അതവിടെ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ചെറുതാണെന്ന് പറഞ്ഞു. നമുക്കൊരു ചെറിയ കവറിൽ വച്ച് കൊടുത്ത് നോക്കാം. പിടിക്കുമോയെന്നറിയില്ല. ഒരു ചെറിയ ഒരു ഇതാണ് കേട്ടോ. അതാ കണ്ട, ചെറുതാണ്. അപ്പോൾ ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നമുക്ക് നോക്കാം പിടിക്കുമോ ഇല്ലയെന്ന്. പിടിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം ആ കവറിൽ. അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.